കൊല്ലം വെളിനെല്ലൂരിൽ പശുവിന് തീറ്റയിൽ പൊറോട്ട അമിതമായി നൽകിയ സംഭവത്തിൽ ഫാമിലെ ഒരു പശു കൂടി ചത്തു. ഫാമിലെ 7 പശുക്കളാണ് ഇതുവരെ ചത്തത്. 7 പശുക്കൾ ഗുരുതരാവസ്ഥയിലാണ്. AV ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് വിശദാംശങ്ങൾ? അതായത് ഈ വെളിനെല്ലൂരിലെ ഈ ഫാമിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പശുവിന് ഭക്ഷണത്തിൽ പൊറാട്ടയും ചക്കയും ഉൾപ്പെടെ നൽകിയതിനെ തുടർന്ന് മരണമുണ്ടാകുന്ന പശുക്കൾ ചാകുന്നത്. ഇതുവരെ ഈ ഫാമിലെ 7 പശുക്കളാണ് ചത്തത്. കഴിഞ്ഞ ദിവസം 6 പശുക്കൾ ചത്തിരുന്നു. പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒരു പശു കൂടി ചാകുന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 7 പശുക്കൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ കൊട്ടാരക്കരയിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർ നിലവിൽ ഈ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന പശുക്കളെ പരിശോധിച്ചു വരികയാണ്. പശുക്കളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടെ നൽകുന്ന കാര്യമാണ് നിലവിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിഗണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ നിലവിൽ പശുക്കളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഫാം ഉടമ ഈ പശുക്കൾക്ക് പൊറാട്ടയും ചക്കയും നൽകിയെന്ന ആരോപണം രാവിലെ നിഷേധിച്ചിരുന്നു. അത്തരത്തിൽ പൊതുവിൽ എല്ലാ ദിവസവും കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമാണ് ഈ പശുക്കൾക്ക് തിന്നാനുള്ള തീറ്റ ശേഖരിക്കാറുള്ളത്. അക്കൂട്ടത്തിൽ എല്ലാ ദിവസവും പൊറാട്ടയും ചക്കയും ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്ഥിരമായി കൊടുക്കുന്ന ഭക്ഷണം മാത്രമാണ് പശുക്കൾക്ക് നൽകിയെന്നാണ് ഇദ്ദേഹം രാവിലെ 24-നോട് വ്യക്തമാക്കിയത്. പക്ഷേ ഈ മൃഗസംരക്ഷണ വകുപ്പ് പറയുന്നത് ഈ പശുവിൻ്റെ ആമാശയത്തിൽ ചക്കയും പൊറാട്ടയും ഉൾപ്പെടെ അമിതമായി ചെന്നതാണ് ഈ മരണത്തിന് കാരണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇത്തരത്തിൽ തന്നെയായിരുന്നു. എന്തായാലും നിലവിൽ 7 പശുക്കൾ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നുണ്ട്. ഈ പശുക്കളെ നിലവിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പശുക്കൾ മരിക്കാനുള്ളൊരു സാധ്യതയും ചാവാനുള്ളൊരു സാധ്യതയും മൃഗസംരക്ഷണ വകുപ്പ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ചികിത്സ നൽകാനാണ് നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം. ശരി, AV ജയശങ്കറാണ് കൊട്ടാരക്കരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.